പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാന്യനായ റവറൻ ഡോക്ടർ കോശി പി വർഗീസ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ 2 സെമിനാരിയിൽ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലുള്ള ധർമ്മജ്യോതി വിദ്യാപീഠിലെ പ്രഥമ അധ്യാപകനായിരുന്നു. പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചിരുന്നു. സ്വദേശത്ത്, വിദേശത്ത്, കേരളത്തിന് പുറത്ത് എല്ലായിടത്തും അച്ഛൻ പ്രവർത്തിച്ചിരുന്നു. അച്ഛൻ ഒരു പുതിയ നിയമത്തിന്റെ പണ്ഡിതനായ ഒരു പ്രൊഫസറാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛ നമസ്കാരം. നമസ്കാരം. അച്ഛന് സെമിനാരികളിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. ആ മിനിസ്ട്രിയെ പറ്റി അച്ഛൻ്റെ ഒപ്പീനിയൻ എങ്ങനെയായിരുന്നു? അതെങ്ങനെയാണ് അച്ഛൻ കാണുന്നത്? ഒരു സന്തോഷകരമായ, ഭാഗ്യകരമായ ഒരു അനുഭവമായിരുന്നല്ലോ. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? 1996 സെമിനാരി, കോട്ടയം മാർത്തോമാ തിയോളജിക്കൽ സെമിനാരിയിലോട്ട് എന്നെ അധ്യാപകനായിട്ട് നിയമിച്ചത്. അന്ന് മെത്രാപ്പോലീത്ത ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമയായിരുന്നു. തിരുമേനി എന്നെ അങ്ങോട്ട് നിയോഗിക്കുമ്പോൾ ഞാൻ തിരുവല്ല കൊമ്പാടിയിലുള്ള എപ്പിസ്കോപ്പൽ ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനാണ്. ഇവിടുന്ന് കോട്ടയത്തോട്ട് പോകുമ്പോൾ എന്നെ തിരുമേനി പിലാത്തനിൽ വിളിച്ച് എനിക്ക് നൽകിയ ഒരു നിർദ്ദേശം, അച്ഛനെ വൈദിക സെമിനാരിയിലേക്ക് നിയമിച്ചിരിക്കുകയാണ്. അവിടെ അധ്യാപന ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ സറാംപൂർ സിലബസ് പഠിപ്പിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികളെ ത്യാഗപൂർണമായ, ലളിതമായ ഒരു ജീവിത ശൈലി വളർത്തിയെടുക്കുന്നതിന് സഹായകരമായ ഉപദേശങ്ങൾ കൂടി നൽകണം എന്നോട് പറഞ്ഞിരുന്നു. ആ ഒരു നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ടാണ് എൻ്റെ സെമിനാരി കാലഘട്ടം മുഴുവൻ, അധ്യാപന ജീവിതം മുഴുവൻ പ്രവർത്തിക്കുന്നതിന് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. തിരുമേനിയുടെ ആ വാക്കുകൾ എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ സിലബസ് പഠിപ്പിക്കും, എല്ലാ ക്ലാസ്സുകളും കഴിവുള്ളിടത്തോളം അത് വിദ്യാർത്ഥികളുടെ ഭാവി പട്ടത്ത ശുശ്രൂഷയ്ക്ക് സഹായകരമായ ഏതാനും നിർദ്ദേശങ്ങളുകൂടെ ചേർത്ത് പറഞ്ഞായിരിക്കും ക്ലാസ്സുകൾ അവസാനിപ്പിക്കാറുള്ളത്. അതെൻ്റെ വിദ്യാർത്ഥികൾ കഴിവുള്ളിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഞാൻ പഠിപ്പിച്ചതായ വിദ്യാർത്ഥികൾ പട്ടക്കാരായി ശുശ്രൂഷ ചെയ്ത് കാണുന്നുണ്ട്. അവരെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിൽ ഉണ്ട്, നൽകിയ നോട്ടുകൾ പോലും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പ്രസംഗിക്കുന്നതിനും ഒക്കെ അത് കഴിവുള്ളിടത്തോളം ഉപയോഗിക്കും. അതുപോലെ തന്നെ അച്ഛനും കുടുംബവും സെമിനാരിയിൽ താമസിച്ച കാലയളവിൽ ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും നൽകിയ ഉപദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിവുള്ളിടത്തോളം ഞങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുള്ളിലൊരു സംതൃപ്തിയുണ്ട്. ഇവരുടെ ശുശ്രൂഷ പ്രവർത്തന രീതികളിൽ ഒരു പങ്ക് വഹിക്കാൻ എനിക്കും ദൈവം അവസരം നൽകിയല്ലോ എന്നോർക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അച്ഛ ഈ മിനിസ്ട്രിയിലേക്ക് വരാനായിട്ട് കാരണം? മിനിസ്ട്രിയിലേക്ക് വരുന്നതിനിടയായത് എൻ്റെ മാതാപിതാക്കളാണ്. അവർ വിവാഹിതരായി കഴിഞ്ഞ് ആദ്യമേ സംബന്ധിക്കുന്നത് മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷനാണ്. ആ യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷനിൽ മാതാപിതാക്കന്മാർ സംബന്ധിക്കുമ്പോൾ അന്നത്തെ മിഷണറി ആഹ്വാനം കേട്ട് എൻ്റെ മാതാപിതാക്കന്മാർ ഒരുമിച്ച് ഒരു തീരുമാനം അന്ന് എടുത്തു. ഞങ്ങൾക്കുണ്ടാകുന്ന ആദ്യ മകനെ സുവിശേഷ വേലയ്ക്കായി കൊടുക്കും എന്ന്. അപ്പോൾ അവർക്കുണ്ടായ ആദ്യത്തെ മകൻ ഞാനാണ്. അപ്പോൾ ഞാൻ ജനിച്ച് കഴിഞ്ഞ് എനിക്ക് മനസ്സിലാക്കാനൊക്കെ പ്രായമായപ്പോൾ മുതൽ ഈ കാര്യം അവരെന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറയുകയും മാത്രമല്ല, അതിനനുസരിച്ച് സൺഡേ സ്കൂളിലും യുവജന സഖ്യത്തിലും ഇടവകയിലെ പൊതുവായ പ്രാർത്ഥനാ യോഗങ്ങളിലും, അതുപോലെ അന്ന് എൻ്റെ പിതാവ് മലയാള മനോരമയുടെ ബാലജന സഖ്യത്തിൻ്റെ ഒക്കെ പ്രവർത്തകനാണ്, അതിലും ഒക്കെ എന്നെ ഇങ്ങനെ ബന്ധപ്പെടുത്തുകയും എനിക്ക് ആവശ്യമായിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ തന്ന് എന്നെ വളർത്തി. എൻ്റെ മാതാവിൻ്റെ പിതാവും CSI സഭയിലെ ഒരു അധ്യാപകനും ഒരു ഉപദേശിയുമായിരുന്നു. അതും എനിക്ക് സഹായകരമായി ഭവിച്ചു. അപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാരുടെ
സഭയോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം, അവർക്ക് നൽകുന്ന മൂത്ത മകനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം, ഇതെല്ലാമാണ് എന്നെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ച. ഓക്കെ. അച്ഛാ, പിതാവിൻ്റെ കാര്യം, അപ്പച്ചൻ്റെ കാര്യം എനിക്കറിയാം. ബാലനസഖ്യവുമായി ബന്ധപ്പെട്ട് അപ്പച്ചനെ കാണാനൊക്കെ പോകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പച്ചൻ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ അപ്പച്ചനാണോ, അതോ അതോടൊപ്പം തന്നെ മറ്റു ആളുകളുണ്ടായിരുന്നു? എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ എല്ലാവരും തന്നെ എനിക്ക് നല്ല പ്രചോദനം നൽകി. അവരൊക്കെ പഠിപ്പിച്ച വാക്യങ്ങളും കഥകളും വേദപുസ്തക കഥകളും ഒക്കെ എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം, ഒരു വർഷത്തെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് നവംബർ ഡിസംബർ മാസത്തിലൊക്കെ നമുക്ക് അല്പം ക്ലാസ്സുകളില്ലാത്ത കുറേ സൺഡേ ഉണ്ട്. ആ ഞായറാഴ്ചകളിൽ സൺഡേ സ്കൂളിന് മുടക്കം വരുത്തില്ല, പാഠങ്ങൾ പഠിപ്പിക്കുന്നില്ല എങ്കിലും അന്ന് ഞങ്ങളെ വിദ്യാർത്ഥികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഇരുത്തി പാട്ടുകൾ പഠിപ്പിക്കുകയും ഒരു അധ്യാപകൻ ഒരു സന്ദേശം നൽകുകയും ഒക്കെ ചെയ്യുന്ന പതിവായിരുന്നു. ഒരു ഞായറാഴ്ചയിൽ അന്ന് പ്രായമുള്ള സൺഡേ സ്കൂളിലെ അധ്യാപകനാണ് പ്രബോധനം നൽകിയത്. അന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആര് പോകും, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർ എഴുന്നേൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കന്ന് 12 വയസ്സോ മറ്റോ ഉള്ളം തോന്നുന്നു. ഞാൻ അന്ന് എഴുന്നേറ്റ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നതിനെ കുറിച്ച് ഞാൻ വീണ്ടും സമർപ്പിക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തതൊക്കെ പറഞ്ഞത് ഞാൻ എന്നും ഓർക്കും. അതൊക്കെ എൻ്റെ പിന്നോട്ടുള്ള വളർച്ചയ്ക്കൊക്കെ അന്നത്തെ പ്രതിജ്ഞയും സാക്ഷ്യവും ഒക്കെ എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. അച്ഛന് വിദേശത്ത് ഓസ്ട്രേലിയ പോലുള്ള സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുമൊക്കെ അച്ഛൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ സെമിനാരിക്ക് അതീതമായി അച്ഛൻ പ്രവർത്തിച്ച ഇടവകകൾ, ആ ഇടവക ശുശ്രൂഷയെപ്പറ്റി അച്ഛൻ്റെ ദർശനവും കാഴ്ചപ്പാടും എന്തായിരുന്നു? ഈ ഇടവകയിൽ നിന്ന് സുവിശേഷ വേലയിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എൻ്റെ ആദ്യത്തെ ഇടവക രാജസ്ഥാനിൽ കോട്ട എന്ന സ്ഥലത്ത് ഇടവകയായിരുന്നു. അവരുടെ ആദ്യത്തെ വികാരിയാണ്. അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്ന വികാരിയായിരുന്നു ഞാൻ. അവിടെ ഞാൻ 5 വർഷങ്ങൾ പ്രവർത്തിച്ചു. അന്ന് അവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സൺഡേ സ്കൂളൊന്നുമില്ല. ആളുകളെല്ലാം ഇങ്ങനെ ചെതറി പാർക്കുന്നവരാണ്. എന്നിരുന്നാൽ പോലും എൻ്റെ മനസ്സിലെ വലിയൊരു താല്പര്യമായിരുന്നു ഏറിയ വൈസായിട്ടാണെങ്കിൽ പോലും സൺഡേ സ്കൂളുകൾ നടത്തണമെന്ന്. അങ്ങനെ ഞാൻ 4-5 ഏറിയകളിൽ സൺഡേ സ്കൂളുകൾ ആരംഭിച്ചു. ഓരോ ഏറിയയിലും കൂടിയാൽ 10 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 15 പേരൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ നടത്തിയ സൺഡേ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി പിന്നെ ഒരു പട്ടക്കാരനായി. അതാണ് നമ്മുടെ സഭയിലെ സജു മാത്യു അച്ഛൻ. അപ്പം എനിക്ക് അദ്ദേഹത്തെ ഇതിനുവേണ്ടി ഒരുക്കുന്നതിന് അന്നത്തെ സൺഡേ സ്കൂളും തുടർന്ന് ഞാൻ അദ്ദേഹത്തിന് നല്ല പ്രോത്സാഹനവും ഒക്കെ നൽകുന്നതിനിടയായി. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഇടവകയിൽ നിന്നും അങ്ങനെ ഒരാളിനെ ലഭിച്ചത്. അപ്രകാരമുള്ള സൺഡേ സ്കൂൾ ക്രമീകരണങ്ങളിലൂടെയും ഒക്കെയാണ് എന്നുള്ളത് ഓർക്കുന്നു. മറ്റ് ഇടവകകളിലും എല്ലാം യുവജനങ്ങളെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായ ബൈബിൾ ക്ലാസ്സുകളും ഒക്കെ നടത്തുന്നതിന് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് യുവജന സഖ്യ അംഗങ്ങളെല്ലാം പള്ളിയോട് ചേർന്ന് ആരാധനയിലും പള്ളി ശേഷമുള്ള യുവജന സഖ്യ മീറ്റിങ്ങുകളിലെല്ലാം സംബന്ധിക്കുന്നതിന് അവർ തൽപരരായിരുന്നു. കാരണം അവർക്ക് വേദപുസ്തകം പഠിപ്പിക്കുവാൻ ഞാൻ എടുത്തതൊക്കെ അവർക്ക് വളരെ പ്രചോദനം നൽകുന്നതായിരുന്നു എന്ന് അവർ ഫീഡ്ബാക്ക് തരുമ്പോൾ നമുക്കതൊരു സന്തോഷമായി. അച്ഛനൊരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് സ്കോളറാണ്, പ്രൊഫസറാണ്. എനിക്കൊരു കടപ്പാടുണ്ട്. അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അച്ഛൻ എൻ്റെ പ്രിൻസിപ്പളാണെന്ന് ഞാൻ പറയും. ഫാക്കൽറ്റിയായിട്ട് അച്ഛൻ എന്നെ അപ്പോയിൻ്റ് ചെയ്ത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നുണ്ട്. അച്ഛൻ്റെ ഈ പാണ്ഡിത്യം അനുസരിച്ചും ചിന്താഗതി അനുസരിച്ചും പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ സഭയിൽ ഇന്ന് ബൈബിൾ പഠനം അത് എങ്ങനെയുണ്ട്? അത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നുണ്ടോ? നമ്മുടെ ജനങ്ങൾ ഈ ബൈബിളിനോട് കൂറ് പുലർത്തി അത് നെഞ്ചോട് ചേർത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? വേദപുസ്തക പഠനം വേണ്ടതുപോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒറ്റ വാക്കിൽ പറയാനായിട്ട് കഴിയുന്നത്. എന്നാൽ താല്പര്യമുള്ള അനേക ആളുകളുണ്ട്. വേദപുസ്തകത്തെ പല ആവർത്തി പൂർണ്ണമായി വായിച്ച് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന അനേക ആളുകൾ നമ്മുടെ സഭയിൽ ഉണ്ട്. എന്നാൽ പൊതുവെ പറയുകയാണെങ്കിൽ വേദപുസ്തക വായന നമ്മുടെ കുറവാണ്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറയുന്നതിന്
ഈ ബൈബിൾ പരീക്ഷകളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ തോറ്റുപോകുന്നത് ബൈബിൾ നോളജിനാണ്. അപ്പോൾ ബൈബിൾ നോളജിന് തോറ്റുപോകുന്നതിൻ്റെ പ്രധാന കാരണം വേദപുസ്തക പരിജ്ഞാനം കുറവായതുകൊണ്ടാണ്. ബൈബിൾ നോളജിൻ്റെ ഒരു പരീക്ഷ ഇട്ടാൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ബൈബിൾ ക്വിസ് ബുക്കോ ഒക്കെ എടുത്തൊക്കെ വായിച്ചൊക്കെ പഠിച്ചുകൊണ്ടൊക്കെ വന്ന് ഒരു പക്ഷെങ്കിൽ പാസ്സാകുമായിരിക്കും. എന്നിരുന്നാലും വേദപുസ്തകത്തിൻ്റെ ഒരു സാരാംശം, അതിൻ്റെ ഉള്ളടക്കം മൊത്തത്തിൽ മനസ്സിലാക്കാൻ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. അത് വീടുകളിൽ വെച്ച് അത് വായിച്ച് ശീലിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് നമ്മുടെ ആളുകളും ഒക്കെ സോഷ്യൽ മീഡിയയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സ്വാധീനം ഒക്കെ ഉള്ളത് കൊണ്ട് അത് വായിക്കാനും അതിൻ്റെ മെസ്സേജ് എടുക്കാനും ഒക്കെ ഒത്തിരി സമയം പോകുന്നത് കൊണ്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട നമ്മൾ തിരിച്ചു പിടിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പോകാതെ നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മെ വിളിച്ചിരിക്കുന്നത് ആ വിളിയോടുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് വളരാൻ നാം ശ്രമിച്ചേ പറ്റുള്ളൂ. ഓക്കെ, 100 വീട്ടുകാരുള്ള പള്ളിയിൽ ഒരു 25 പേരും 30 പേരായിരിക്കും ഒരു ബൈബിൾ ക്ലാസ്സിനോ ഒരു മീറ്റിങ്ങിനോ വരുന്നത്. ബാക്കി അച്ഛൻ പറഞ്ഞ പോലെ ഭൂരിഭാഗം ആളുകളും ഇത് വായിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരണം. ഞാൻ ചോദിക്കണം, മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഒരു നവീകരണ സഭയാണ്. ആ നവീകരണം എന്ന് പറയുന്നത് യു ടേൺ ടു ഗോഡ് ആൻഡ് കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതിനെപ്പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു വേദപുസ്തകത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ പുതുക്കവും അഥവാ നവീകരണം സാധ്യമാകുകയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ വചനത്തിനനുസൃതമായൊരു ജീവിതം നയിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതാണ് കോൾ, നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിളിക്ക് അനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനം പഠിച്ച് മനസ്സിലാക്കിയെങ്കിലേ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള ഒരു ആഹ്വാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിന് നമ്മുടേതായ വ്യക്തിഗതമായി കുടുംബപരമായിട്ടൊക്കെ ഒരു താല്പര്യം അതിനകത്ത് ഉണ്ടാകണം. അത് നമുക്ക് അവരവർക്ക് തോന്നിയെങ്കിലല്ലേ അത് കഴിയുള്ളൂ. അല്ലാതെ നമുക്കത് എത്ര പറയാമെങ്കിലും അത് അവരവർ തീരുമാനിച്ചെങ്കിലേ അത് സാധിക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ലേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എപ്രകാരമുള്ള ബൈബിൾ പഠനങ്ങളൊക്കെ വെച്ചാലും വരുന്നത് വളരെ വരുന്നവരാണ് എല്ലാത്തിനും വരുന്നത്. എല്ലാത്തിനും വരുന്നത്. അവരതുകൊണ്ട് വളരുന്നു, അത് മനസ്സിലാക്കുന്നു. അത് നമുക്ക് സന്തോഷകരമാണെങ്കിലും ഒരു നല്ല ശതമാനം ആളുകൾ ഇതെല്ലാം അവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് അവർ മോശക്കാരാണെന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ ദൈവവചനം അനുസരിച്ച് ജീവിതത്തെ വിലയിരുത്തി റിന്യൂ ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകുന്നില്ല എങ്കിൽ അതൊരു പരാജയമാണ്. ഞാൻ ചോദിക്കുന്നത്, അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ യുവജനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ്, അച്ഛൻ വിദ്യാർത്ഥികളോട് ഇടപെട്ടതാണ്, ഒരുപാട് പേരുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. നമ്മുടെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമങ്ങൾക്കും അടിമയായി പോകുന്നുണ്ട്. അവർക്കൊരു പക്ഷേ ബൈബിൾ പോലും ഈ ഫോണിനകത്തായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇടപെടാനോ അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിന് വരാനോ ബൈബിൾ ക്ലാസ്സിന് വരാനായിട്ടൊക്കെ പരാജയപ്പെടുന്നു. അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? യുവജനങ്ങളെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? യുവജനങ്ങളെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ നാം സംസാരിക്കണം. അവരുടെ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെ നാം ഒരിക്കലും അധിക്ഷേപിക്കുക അല്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരാരും തിരഞ്ഞെടുത്തല്ലോ ഈ ജീവിത സാഹചര്യങ്ങൾ. ഇതെല്ലാം സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും അതിനകത്താകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല. മറിച്ച് അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് അവരുടെ ചേർത്ത് നിർത്തി കഴിവുള്ളിടത്തോളം അവരെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് സഹായകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് പാട്ടുകൾ
അതിനൊരു മീഡിയമാണ്. നല്ല ഗാനങ്ങൾ പാടാനും അവരെ കൂടെ അതിൽ കൂടി ചേർത്ത് നിർത്താനും നമുക്ക് കഴിയണം. അതുപോലെ അവരുടെ ഭാഷയിൽ, അത് ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം അവർക്ക് കംഫർട്ടബിളെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ അവരോട് സംസാരിക്കണം. അപ്പോൾ ഹിന്ദിയാണ് കംഫർട്ടബിൾ എങ്കിൽ ഹിന്ദി ഭാഷയിൽ തന്നെ അവരോട് സംസാരിക്കണം. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ അച്ഛൻ ഞങ്ങളെ ഓൺ ചെയ്യുന്നു എന്നൊരു ബോധ്യം ഉണ്ടാകണം. അവിടെ എനിക്ക് പ്രധാനമായി ഈ കാര്യത്തിൽ പറയാനുള്ളത്, യുവജനങ്ങളെ നമ്മൾ ഓൺ ചെയ്യുന്നു എന്ന ബോധം അവർക്കുണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ ഭോപ്പാലിൽ ഒരു യൂത്ത് മീറ്റിങ്ങിൽ ക്ലാസ് എടുക്കാനായിട്ട് അവരെന്നെ ക്ഷണിച്ചു. അവിടെ നോർത്ത് ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെല്ലാവരും ഹിന്ദിയിലാണല്ലോ കൂടുതൽ വായിക്കുന്നതും മനസ്സിലാക്കുന്നു. ഇംഗ്ലീഷ് അവരുടെ പഠന ലാംഗ്വേജ് ആണ് എങ്കിൽ തന്നെയും, ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എങ്കിൽ തന്നെയും മലയാളവും മനസ്സിലാകും, ഇംഗ്ലീഷും മനസ്സിലാവും, ഹിന്ദിയും മനസ്സിലാവും. എന്നാൽ കുറേ കൂടെ ഹിന്ദിയാണ് അവർക്ക് കംഫർട്ടബിൾ. ഞാൻ ഈ ബൈബിൾ ക്ലാസ്സിന് തുടക്കത്തിൽ എനിക്ക് ഹിന്ദി വലിയ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. ഞാനൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ഹിന്ദിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ആ കുഞ്ഞുങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം, എൻ്റെ ക്ലാസ്സിൽ അവർ പങ്കെടുത്തതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവരെ നമ്മൾ പരിഗണിക്കുന്നു, മനസ്സിലാക്കുന്നു എന്ന ബോധ്യം അവർക്കുണ്ടാകണം. അത് കേരളത്തിലായാലും വടക്കേ കേരളത്തിനുള്ളിലായാലും എവിടെയായാലും അമേരിക്കയിലായാലും വിദേശത്തായാലും കുഞ്ഞുങ്ങളെ ഓൺ ചെയ്യുന്നു എന്നുള്ള ബോധം അവർക്കുണ്ടാകണം. അതിന് സഹായകരമായ എഫേർട്ട് നമ്മളെടുക്കണം. നമ്മൾ എഫേർട്ട് എടുക്കാതെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ അവർ പള്ളിയിൽ വരുന്നില്ല, അവർ ക്ലാസ്സിൽ വരുന്നില്ല, ഒരിക്കലും നെവർ എവർ ബ്ലെയിം അവർ യങ് പീപ്പിൾ. അതാണ് എനിക്ക്. അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അവരുടെ ഭാഷ മനസ്സിലാക്കുക, അവരെ കൂടെ നിർത്തുക, ചേർത്ത് നിർത്തുക. ഒപ്പം എവിടെയെല്ലാം ഞാൻ പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ചെന്നാലും യുവജനങ്ങൾ അടുത്ത് വരും, അവരോട് 2 വാക്ക് പറയും. ആ പറയുന്നത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ കൂടെ നിൽക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് പട്ടക്കാരൻ എന്ന നിലയിൽ നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛന് ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഇരുന്നിട്ടുണ്ട് പ്രിൻസിപ്പൾ എന്ന നിലയിൽ. വൈദിക കുട്ടികളെ അല്ലെങ്കിൽ വൈദിക വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയൊക്കെ കഴിഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കുക, ബുദ്ധി, ഡിഗ്രി, കഴിവ് ഇങ്ങനെയുള്ള സ്മാർട്ടായിട്ടുള്ള ആളുകളെ എടുക്കണോ എന്ന് നമ്മൾ പറയും. എന്നാൽ മറുവശത്ത് അത്രയും കഴിവില്ലാത്ത സമർപ്പണ ബോധമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത് കോമൺ ആയിട്ടൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? രണ്ടും ആവശ്യമാണ്. എങ്ങനെയാണ് ഒരു ബോർഡിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, ചിലപ്പോൾ നല്ല കഴിവുള്ളവൻ, നല്ല കഴിവും മിടുക്കുമുള്ള ആളുകൾ വരും, അതേസമയം സമർപ്പണ ബോധമുള്ള നല്ല ആളുകൾ വരും, പക്ഷെ അത്രയും ബുദ്ധിയും കഴിവൊന്നും ഇല്ലായിരിക്കും. എങ്ങനെയാണ് അച്ഛൻ ഇതിനോട് പ്രതികരിക്കുന്നത്? ഞാൻ പൗലോസിൻ്റെ ഭാഷ ചോദിക്കുകയാണ്, ഭേദാഭേദങ്ങളെ എങ്ങനെ തിരിച്ചറിയണം? ഇപ്പം നമുക്ക് ഒരു സഭ എന്ന നിലയിൽ നമുക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ പോയേ പറ്റൂ. 100 പേര് ഉള്ളിടത്ത് നമുക്ക് ഒരു 25-ഓ 30-ഓ പേരെയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാനദണ്ഡം സ്വീകരിച്ചേ പറ്റുള്ളൂ. ആ മാനദണ്ഡമാണല്ലോ നമ്മുടെ ടെസ്റ്റും ഇൻ്റർവ്യൂവും എല്ലാം. അപ്പം അത് നമ്മൾ പാലിക്കണം. അതേസമയം തന്നെ ആ വിദ്യാർത്ഥികൾ നമ്മൾ ഈ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനൊക്കെ പാസ്സാകുന്ന വിദ്യാർത്ഥികളെ നമ്മൾ എടുക്കുന്നു, അത് മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നു. അതേസമയം തന്നെ മറ്റ് സുവിശേഷ വേലയിൽ തന്നെ തുടരണമെന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്വയമേവ പഠിക്കുന്നതിനുള്ള അവസരം കൂടെ നൽകുന്ന സഭയാണ് നമ്മുടെ സഭ. ഞാൻ ഈ രണ്ട് വിഭാഗം വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് പ്രൈവറ്റ് സ്റ്റുഡൻസിനെ നോൺ സ്പോൺസേർഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ ധാരാളം പഠിപ്പിച്ച ആളാണ്. അവരെല്ലാം ഈ സഭയിൽ, അതിലൊരു 90% പേരും ഈ സഭയിൽ പട്ടക്കാരാണ്. അവരെല്ലാം നല്ല ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂവോടും സ്പോൺസേർഡായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഇതിന് പറ്റുകയുള്ളൂ എന്ന ഒരു ചിന്ത നമുക്ക് പാടില്ല. അതൊരു മാനദണ്ഡം അനുസരിച്ച് നമ്മൾ സഭയിൽ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. മറ്റുള്ളവർ മോശക്കാരാണ് എന്ന നിലയിൽ എടുക്കാതെയും അവർക്ക് സുവിശേഷ വേലയിൽ താല്പര്യം ഉണ്ടാകുമ്പോൾ, അവർക്കും പഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അവരും ക്രമേണ മിടുക്കരായി തന്നെ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്തിടെ
എൻ്റെ ഇതുപോലെ നോൺ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി പട്ടക്കാരനായി ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയിൽ പോയി എന്നെ അതിശയിപ്പിക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഇടവകയിലെ ശുശ്രൂഷ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, അത് സ്പോൺസേഡ് ആയാലെന്താ, നോൺ സ്പോൺസേഡ് ആയാലെന്താ, സമർപ്പണവും സുവിശേഷ വേല ചെയ്യാനുള്ള താല്പര്യവും ഉണ്ട ആരായാലും ഈ സഭയ്ക്ക് ദൈവരായത്തിന് അവർ അനുഗ്രഹമായി തീരും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നോൺ സ്പോൺസേഡായ വിദ്യാർത്ഥികളെ ഒരിക്കൽ പോലും അവരെ സെക്കൻഡ് ഗ്രേഡ് എന്ന് കാണാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആരായാലും ഒരു സ്വയ സമർപ്പണവും സേവന സന്നദ്ധതയും ഉണ്ടായിരുന്നാൽ മതി. ദൈവമാണ് വിളിച്ചതെന്നുള്ള ബോധ്യവും ഉണ്ടാകണം. അതായത് ബുദ്ധി ആവശ്യമാണ്, എന്നാൽ സമർപ്പണമുള്ളവർ വേണം, സേവന സന്നദ്ധത വേണം. ആ ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും എല്ലാം വേണം. നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ പ്രൈവറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു, അങ്ങനെ ഒരു ചിന്താഗതി ഒന്നും പാടില്ല. അതായത് നോൺ സ്പോൺസേർഡും സ്പോൺസേർഡും എന്ന് പറയുന്നത്, ഞാൻ പ്രൈവറ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് പഠിച്ചു, അങ്ങനെ ഒന്നുമില്ല. ദൈവം തിരഞ്ഞെടുത്തു, അത് കഴിഞ്ഞ് പട്ടത്ത ശുശ്രൂഷയിലേക്ക് വന്നു. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾ ഈ മിനിസ്ട്രി ഇട്ടിട്ട് പോകുന്നവരുണ്ട്, പരാജയപ്പെട്ട് പോകുന്നവരുണ്ട്. അവരെ പറ്റിയുള്ള കൺസേണും നമുക്ക് ആവശ്യമാണ്, അവരെയും ചേർത്ത് നിർത്തേണ്ടത് ആവശ്യമാണ്. അച്ഛന് സെമിനാരിയുടെ ചുമതലകളിലിരുന്നു, സെമിനാരിയിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. എക്യൂമെനിക്കൽ ദർശനം സഭ പരിപോഷിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിവിധ ഇടവകളുമായിട്ടൊക്കെ ബന്ധത്തിലും സഭയുമായിട്ടുള്ള ബന്ധത്തിലും അച്ഛൻ പലയിടങ്ങളിൽ പോയിട്ടുണ്ട്, പല സെമിനാരികളിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ എക്യൂമെനിക്കൽ ദർശനം അത് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വൈഷമ്യമേറിയ ഒരു ലോകത്തിലാണ്. മതസൗഹാർദ്ദം താറുമാറാകുന്നു, മതമൗലികവാദം വളർന്നു വരുന്നുണ്ട്, അക്രമം ഉണ്ടാവുന്നുണ്ട്, അക്രമ സംസ്കാരം പരിപോഷിപ്പിക്കുന്നുണ്ട്, മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെ ഇതിനെ നേരിടാൻ പറ്റും? സഭയുടെ അതുപോലെ തന്നെ ക്രൈസ്തവ സഭയുടെ ഭാവി എങ്ങനെ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ മുൻപോട്ട് പോവുകയാണ്, എങ്ങനെയാണ് ഇതിനോട് അച്ഛൻ പ്രതികരിക്കുന്നത്? ഞാൻ വളർന്ന മല്ലപ്പള്ളി എന്ന ഗ്രാമം എക്യൂമെനിക്കലിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ്. 103 വർഷം മുമ്പ് മല്ലപ്പള്ളിയിൽ എക്യൂമെനിക്കലായിട്ട് തുടങ്ങിയ കൺവെൻഷനാണ് മല്ലപ്പള്ളി യൂണിയൻ കൺവെൻഷൻ. അപ്പോൾ അത് ഞങ്ങൾക്ക് അവിടെ എല്ലാ മതവിഭാഗങ്ങളുമായി നല്ല സമീപനവും യോജിച്ചുള്ള പ്രവർത്തനവും പരസ്പരപൂരകങ്ങളായിട്ടുള്ള പ്രവർത്തനമാണ് മല്ലപ്പള്ളി. അവിടെ ആ ദേശത്ത് വളർന്ന വ്യക്തി, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ പരിപോഷിപ്പിച്ച ഒരു പിതാവിൻ്റെ മകനെന്നുള്ള നിലയിലും എനിക്ക് എല്ലാ സഭകളുമായി ചേർന്ന് കഴിവുള്ളിടത്തോളം യോജിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകളിലൊക്കെ പ്രവർത്തിക്കണം എന്ന അഭിപ്രായം ഉള്ള ആളാണ്. എനിക്കതിനുള്ള അവസരം ധാരാളം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി ധർമ്മയോധി വിദ്യാപീഠിൻ്റെ ചുമതല വഹിക്കുമ്പോൾ അവിടെ എല്ലാ സഭയിലെയും വിദ്യാർത്ഥികളെ അഡ്മിഷൻ കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നതിനും എല്ലാ സഭകളുമായി നല്ല ബന്ധം പുലർത്തുന്നതിനും അവരുടെയൊക്കെ സഭകളിൽ സന്ദർശിക്കുന്നതിനും ഒക്കെ പ്രസംഗിക്കുന്നതിനൊക്കെ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അത് ആ എക്യൂമെനിക്കൽ ബന്ധങ്ങൾ വളർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഇപ്പം കോട്ടയത്ത് ഞാൻ വന്നു. കോട്ടയം സെമിനാരി നമുക്കറിയാമല്ലോ, മാർത്തോമ CSI ഓർത്തഡോക്സ് സഭകൾ ചേർന്ന് നടത്തുന്നതാണല്ലോ ഫെഡറേറ്റഡ് ഫാക്കൽറ്റി ഫോർ റിസർച്ച് ഇൻ റിലിജൻ ആൻഡ് കൾച്ചർ. MDH ഡോക്ടറേറ്റ് പഠനത്തിന് അവസരം കൊടുക്കുന്ന സ്ഥാപനമാണല്ലോ FFRRC. കഴിഞ്ഞ കുറേ നാളുകൾ ഞാൻ അതിൻ്റെ ചുമതലയിലായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവിടെ അതിൻ്റെ അധ്യാപകനാണ്. ചുമതല എടുത്തതിന് ശേഷവും അവിടെ അധ്യാപകനാണ്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ഭാരതത്തിലെ വിവിധ സഭാ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണ്. അത് എപ്പിസ്കോപ്പലുണ്ട്, നോൺ എപ്പിസ്കോപ്പൽ ചർച്ചസുണ്ട്, എല്ലാ സഭകളിലെയും വിദ്യാർത്ഥികളുണ്ട്. ഇവരോടൊക്കെ ചേർന്ന് നിന്ന് ഇവർക്കൊക്കെ ദൈവശാസ്ത്ര അഭ്യസനം നൽകുന്നത് ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യമാണ്. കാരണം എത്രയോ സഭകളുമായി നമ്മൾ ബന്ധപ്പെടുന്നു, എത്രയോ സഭകളിലെ വിദ്യാർത്ഥികളുമായി നമ്മൾ ബന്ധപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു വലിയ എക്യുമെനിക്കൽ മൈൻഡ് വളർത്തിയെടുക്കാനായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിലും ആ ഒരു മൈൻഡ് വളർത്തിയെടുക്കുന്നതിനും അധ്യാപകർ തമ്മിലും ആ ഒരു ബന്ധം വളർത്തിയെടുക്കുന്നതിനൊക്കെ വളരെ കാര്യമായി ഈ സ്ഥാപനത്തിലൂടെ FFRRCയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം എക്യുമെനിസം ഇൻ ലോക്കൽ ലെവൽ എന്നതിന് ബെസ്റ്റ് ഉദാഹരണമാണ് കോട്ടയത്തെ ഹെഡ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്ന മാർത്തോമ സെമിനാരിയിൽ ഓഫീസോടെ പ്രവർത്തിക്കുന്ന ഈ FFRRC.
ഓക്കെ. അത് 42 വർഷമായി. ഈ 42 വർഷമായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് FFRRC. എത്രയോ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുത്തു, എത്രയോ വിദ്യാർത്ഥികൾ അവിടുന്ന് MDH എടുത്തു. ഇതെല്ലാം കൂട്ടായ പരസ്പര ധാരണയോടെ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക സംഘവും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എക്യുമെനിസം പോസിബിൾ ആണ്. അത് അതിന് കഴിവുള്ളിടത്തോളം മേഖലയിൽ ഒന്നിച്ചു നിന്നാൽ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് അത്. ഓക്കെ. അച്ഛാ, ഇത്ര നേരം അച്ഛൻ്റെ ആശയങ്ങളൊക്കെ പങ്കുവെച്ചല്ലോ. കുടുംബത്തിൽ കൊച്ചമ്മ മക്കൾ അവരെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ജീവിത പങ്കാളി ഞാൻ വിവാഹത്തിന് പെണ്ണ് കാണാനായിട്ട് ചെല്ലുമ്പോൾ ഒരു സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ എനിക്ക് ജോലി ഇല്ലാതെ, മറ്റ് ജോലികളില്ലാതെ എൻ്റെ കൂടെ ശുശ്രൂഷയിൽ പൂർണ്ണസമയം പങ്കാളിത്തം വഹിക്കാവുന്ന ഒരാളിനെയാണ് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാനത് ചെന്നപ്പോൾ ആദ്യമേ കണ്ട മാത്രയിൽ തന്നെ ഞാൻ ചോദിച്ചത്, ജോലി വിട്ട് എൻ്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് എൻ്റെ കൂടെ പെട്ടെന്ന് ശുശ്രൂഷയിൽ പങ്കാളിയായി എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്ന് ഒരു മറുപടി ലഭിച്ചതോടുകൂടെയാണ് എനിക്ക് ആ സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ചയായിട്ട് അതങ്ങ് തീരുകയും അങ്ങനെ ഞങ്ങൾ ജീവിത പങ്കാളികളായി. പോകുന്നിടത്ത് കൊച്ചമ്മ വർക്ക് ചെയ്യുന്നു? ഇല്ല, ജോലിക്ക് പോയിട്ടേ ഇല്ല. ഇടവകളിൽ വർക്ക് ചെയ്യുന്നു. ഇടവകൾ എൻ്റെ കൂടെ എൻ്റെ ശുശ്രൂഷയിൽ പൂർണ്ണ സമയം എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നു. അതുകൊണ്ട് എൻ്റെ ഈ ശുശ്രൂഷയുടെ ഇത്രയും നാളത്തെ എൻ്റെ ശുശ്രൂഷാ മേഖലകളിലുള്ള ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ അതിൻ്റെ ഒരു നല്ല ഒരു ക്രെഡിറ്റും എൻ്റെ ഭാര്യയ്ക്കാണ്. ഓക്കെ. മക്കള് 2 പേര്. മൂത്ത മകൻ സജീവ് വർഗീസ് കോശി, അദ്ദേഹവും മർത്തമ സഭയിലെ പട്ടക്കാരനാണ്, ഇടയിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. മകള് അവർ കുടുംബമായിട്ടും ആയി ജോലി ചെയ്തു. ഓക്കെ. താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. പുരോഹിത ദർശനത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.